ഗൈസ്, അപ്പൊ അങ്ങനെ 8 മണി ആയപ്പോഴേക്ക് ഹോസ്റ്റലിൽ ഇങ്ങനെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇന്നെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്താലോന്ന്. അങ്ങനെ കുറെ നേരത്തെ ആലോചനകൾക്ക് ശേഷം ഞാനൊരു തീരുമാനത്തിലെത്തി. ഇന്ന് എന്തായാലും ഹോസ്റ്റലിൽ 2 പടക്കം പൊട്ടിക്കാന്ന് വിചാരിച്ചു. കുറെ ആയിട്ട് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കണം എവിടെയിലിട്ട് 2 പടക്കം പൊട്ടിക്കണമെന്ന്. അങ്ങനെ നേരെ തന്നെ ഡ്രസ്സ് മാറി ഇറങ്ങി ഗൈസ്. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു കടയിൽ പടക്കം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ നേരെ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ തന്നെ റൂമിൽ വന്നു. പടക്കമൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തൊരു 19 പടക്കെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും ഹോസ്റ്റലിൽ കത്തിക്കാനുള്ള പ്ലാനായി. അങ്ങനെ ജനലിനകത്തോട് അതിസാഹസികമായി ഞാൻ പുറത്തിറങ്ങി. ഫസ്റ്റ് തന്നെ ആരൊക്കെ ഏതൊക്കെ വീടുകളിൽ ഉറങ്ങിയില്ല എന്ന് നോക്കണം. അങ്ങനെ കുറെ നേരം ഞാൻ തീവ്രമായി അതൊക്കെ നോക്കി നിരീക്ഷിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്നു ഗൈസ്. ലാസ്റ്റ് എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കി ഞാൻ നേരെ ടെറസിലോട്ട് പടക്കവും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വന്നു. പടക്കം എനിക്ക് നല്ല പേടിയായതുകൊണ്ട് ഞാൻ ഏറ്റവും ഡേഞ്ചർ ഇല്ലാത്തൊരു കാര്യം എടുത്ത് പൊട്ടിക്കാന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ കൊണ്ടുവച്ചു. പക്ഷെ ഫസ്റ്റ് തന്നെ എന്റെ മൂഡ് പോയി ഗൈസ്. കാരണം അത് ഫ്ലോപ്പായി പോയി. കുറെ ഇട്ട് കത്തിച്ചിട്ട് അത് കത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ദേഷ്യം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഓലപ്പടക്കം എല്ലാം എടുത്ത് ഊടുപാടിയിട്ട് പൊട്ടിക്കൽ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് തന്നെ ഇത് പൊട്ടിക്കണോണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ 1, 2, 3, 4 ഞാൻ പൊട്ടിച്ചോണ്ടേ ഇരുന്നു അവിടെ മേളിൽ നിന്നിട്ട്. ഇത് ടെറസിന്റെ മേളിലായതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ട് ആയിരുന്നു. അങ്ങനെ ലാസ്റ്റത്തെ പടക്കം പൊട്ടിച്ചപ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവരും ലൈറ്റ് ഇട്ടു. ഇതെല്ലാം കണ്ട് ഞാൻ പേടിച്ചിറങ്ങി ഓടി ഗൈസ്. അപ്പൊ ബാക്കി നാളെ ടാറ്റാ.